ഹായ് ഗായ്സ്, അജു ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ വരയ്ക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു സിമ്പിൾ പിക്ചറാണ്. സിമ്പിളെന്ന് വിചാരിച്ച് ഞാൻ വരച്ചാണ് ഗൈസ്, കുറച്ച് സമയം പിടിച്ച് വരച്ചെടുക്കുന്നത്. കുറച്ച് വട്ടം നമ്മളിതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ, അധികമായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഒരു 4-5 വട്ടമൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു തണ്ട് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇലയുടെ ഷേപ്പാണ് ഗൈസ് ഞാനിവിടെ വരച്ചെടുക്കുന്നത്. റഫായിട്ടാണ്, ഫുള്ളായിട്ട് ഞാൻ റഫായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. എല്ലാം ചുമ്മാ കറക്കി കുത്തി വരയ്ക്കുന്ന പോലെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് ഇങ്ങനെ കർവ്ഡായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കർവ്ഡായിട്ട് ഇട്ട് കൊടുത്തതിന് ഓരോ ഡോട്ട് ഇടവിട്ട് ഇതുപോലെ ഷെയ്ഡുകൾ ഡാർക്കിച്ച് കൊടുക്കുക. ബ്ലാക്ക് ഒരു പെൻസിലോ സ്കെച്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് ബ്ലാക്ക് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് വരുന്നൊരു ഹോളിനകത്ത് വട്ടം വരച്ചിട്ട് ഇതുപോലെ പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് 0.5 ലെഡ് പെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പെൻസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ലെഡ് പെൻസിലാണ് കൂടുതലും ഡ്രോയിങ്സിനൊക്കെ ഉപയോഗിക്കാറ്. അപ്പോൾ ഡാർക്കെന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡും നമ്മൾ എത്രത്തോളം റിലീസായിട്ട് നമ്മൾ സ്മൂത്തായിട്ട് പിടിക്കുന്ന അത്രത്തോളം ലൈറ്റ് ഷെയ്ഡും വരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇതിൽ ഷെയ്ഡ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരു വൃത്തങ്ങളിൽ കൂടിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. എല്ലാത്തിലും ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡായിട്ടും ലൈറ്റ് ഷെയ്ഡായിട്ടൊക്കെ ചെയ്തെടുക്കാനുണ്ട്. കുറച്ചധികം സമയം പിടിച്ചു ഞാനിത് വരയ്ക്കാനായിട്ട്. തണ്ടുകളിലൊക്കെ നമ്മൾ ആ ലൈൻസിൽ ഔട്ട്ലൈനിൽ മാത്രം ബ്ലാക്ക് കൊടുക്കുന്നുള്ളൂ, കണ്ടല്ലേ. ഔട്ട്ലൈനിൽ മാത്രം ബ്ലാക്ക് കൊടുത്താൽ പോലെ തന്നെ ഇലകളിലും നമ്മൾ നേരത്തെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ചെയ്ത അതേ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇലകളിലേക്കും ഷെയ്ഡായിട്ട് കൊടുക്കുന്നത്. ആ ബ്ലാക്കും പിന്നെ പെൻസിലിൻ്റെ ഷെയ്ഡ് ഭാഗങ്ങളും ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ. ഇലകളുടെ ഭാഗത്തൊക്കെ ഇതുപോലെ ഡാർക്കിച്ച് അങ്ങനെ 2 ലൈൻസ് കൊടുത്തിട്ട് അത് ഇടവിട്ട് ബ്ലാക്ക് അതുപോലെ തന്നെ പെൻസിൽ ഷെയ്ഡ് ആഷ് ഷെയ്ഡ് അങ്ങനെയാണ് വിട്ട് കൊടുക്കുന്നത് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഡ് ഇങ്ങനെ കൊടുത്താൽ മതി. ഒന്ന് ഡാർക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പിന്നെ ഒന്ന് സ്മൂത്താക്കി വിടുന്തോറും നമുക്ക് ലൈറ്റ് ഷെയ്ഡിലോട്ട് വന്നുകൊണ്ടിരിക്കും, ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഷെയ്ഡ് നമുക്ക് കുറച്ചുകൂടി മനോഹരമായിട്ട് കിട്ടും. ഇലകളിലും എല്ലാത്തിലും ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ലെഡ് പെൻസിലൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. വരയ്ക്കുന്ന സമയത്തൊക്കെ നല്ല പെർഫെക്ഷനോട് വരയ്ക്കാനും പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ ഫൈനൽ എങ്ങനെ വരുന്നത് വെച്ചാൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലൊരു പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഭംഗി തന്നെ കിട്ടുന്നുണ്ട്. ഒരുപാട് സമയം എടുത്താലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.